Very good morning to all. Today we will discuss about types of management skill. There is a wide range of skills that management should possess to run organization effectively and efficiently. The following are 6 essential management skills that any manager ought to possess for them to perform their duties. So there is a wide range of skills that management should possess or a manager should possess to run the organization effectively and efficiently. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് മാനേജ്മെൻറ്റിന് കൈവശം ഉണ്ടായിരിക്കേണ്ട ഒരുപാട് സ്കില്ലുകളുണ്ട്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 6 എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമുള്ള മാനേജ്മെൻറ്റ് സ്കിൽസിനെ പറ്റിയിട്ടാണ്. അതായത് ഏതൊരു മാനേജർക്കും ആവശ്യമുള്ള ഒരു 6 മാനേജ്മെൻറ്റ് സ്കില്ലുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമതാണ് പ്ലാനിങ് സ്കില്ല്. സോ പ്ലാനിങ് ഈസ് എ വൈറ്റൽ ആസ്പെക്ട്സ് വിത്തിൻ ദി ഓർഗനൈസേഷൻ എന്നാണ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് ഒരു ആസ്പെക്റ്റാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു വൺസ് എബിലിറ്റി ടു ഓർഗനൈസ് ആക്ടിവിറ്റീസ് ഇൻ ലൈൻ with set guidelines while still remaining within the limits of the available resources such as time, money and labor. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനനുസരിച്ചിട്ട്, അതായത് സമയം, പണം, അതേപോലെ ലേബർ ഫോഴ്സ്, ഇതൊക്കെ എന്താണ് സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് ആണ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഗൈഡിൽ അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ആ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യാനുള്ള എബിലിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് സ്കിൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ വൺസ് എബിലിറ്റി ടു ഓർഗനൈസ് ആക്ടിവിറ്റീസ് ഇൻ ലൈൻ. കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള അയാളുടെ കഴിവ്. എന്തിനനുസരിച്ചിട്ട്? വിത്ത് സെറ്റ് ഗൈഡ് ലൈൻസ്. പറഞ്ഞ നമ്മൾ ഓർഗനൈസേഷൻ എന്താണോ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുള്ളത്, ആ ഗൈഡ് ലൈനിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്. എന്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്? വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ള റിസോഴ്സിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് എന്ത് പറയുന്നത്, പ്ലാനിങ് സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ ദ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് എ സെറ്റ് ഓഫ് ആക്ഷൻസ് ഓർ വൺ ഓർ മോർ സ്ട്രാറ്റജീസ് ടു പെർസ്യൂ ആൻഡ് അച്ചീവ് സർട്ടൻ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് വിത്ത് അവൈലബിൾ റിസോഴ്സസ്. ഇതിന് വേറൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ സ്ട്രാറ്റജികൾ യൂസ് ചെയ്യുകയും, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് സെറ്റ് ഓഫ് ആക്ഷൻസ്. ഒരുപാട് ആക്ഷൻസ് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയും നമ്മൾ എന്ത് പറയുന്നു, പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഇവിടെയൊക്കെ ഫോക്കസ് പറയുന്നത് നമ്മുടെ ഇതൊക്കെ എങ്ങനെ ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് എന്താവുന്നത്, പ്ലാനിങ് സ്കില്ല് ആയിട്ട് മാറുന്നത്. രണ്ടാമതാണ് കമ്മ്യൂണിക്കേഷൻ. പൊസസിങ് ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ക്രൂഷ്യൽ ഫോർ എ മാനേജർ. ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ഒരു മാനേജർക്ക് ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. It can determine how well information is shared throughout a team, ensuring that the group act as a unified workforce. എത്രത്തോളം അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് ഇൻഫർമേഷൻ അവരുടെ ടീമിനുള്ളിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ മാനേജർ ടീമിനുള്ളിൽ എത്ര മനോഹരമായിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവർ എങ്ങനെ ഒരു യൂണിഫൈഡ് വർക്ക് ഫോഴ്സ്, അതായത് എല്ലാവരും ഒരു ടീമായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ട് എത്ര നല്ല രീതിയിൽ ഇൻഫർമേഷൻ ആ ടീമിൻ്റെ ഉള്ളിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ്. How well manager communicate with the rest of his or her team also determines how well outlined the procedure can be followed, how well the task and activities can be computed, and thus how successful an organization will be. അപ്പോൾ ഒരു മാനേജർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ടീമിനോട് ഒരു മാനേജർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് എങ്ങനെയാണ് ആ പ്രൊസീജിയറൊക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ ഹൗ വിൽ ദ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ക്യാൻ ബി കംപ്ലീറ്റഡ്,
ആ ടീമിനുള്ള പ്രവൃത്തികൾ, ടാസ്കും ആക്ടിവിറ്റീസൊക്കെ അവർ എത്ര മനോഹരമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൗ സക്സസ്ഫുൾ ആൻ ഓർഗനൈസേഷൻ വിൽ ബി, ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് വരെ എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് മാനേജർ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോട് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്ത് നിൽക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈറ്റലി ഇമ്പോർട്ടൻറ്റ്. And communication involves the flow of information within the organization, whether formal or informal, verbal or written, vertical or horizontal, and it facilitates smooth functioning of the organization. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനുള്ള ഇൻഫർമേഷൻ ഫ്ലോയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് തരത്തിലാവാം, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, വെർബൽ ആവാം, അല്ലെങ്കിൽ റിട്ടൺ ആവാം, വെർട്ടിക്കൽ ആവാം, ഹൊറിസോണ്ടൽ, ഏത് തരത്തിലായി കഴിഞ്ഞാലും എന്താണ്, ഫ്ലോ ഓഫ് ഇൻഫർമേഷനെയാണ്, ഓർഗനൈസേഷനുള്ളിലുള്ള ഫ്ലോ ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ് എന്നാണ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ് നടക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വളരെയധികം സഹായിക്കുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. So clearly established communication channel in an organization allow the manager to collaborate with the team, prevent conflicts and resolve issues as they arise. എന്താണ്, വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട് എങ്കിൽ അത് മാനേജർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടീമിനെ കൊളാബറേറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ ഒരു ടീമിനെ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുന്നതിനും കോൺഫ്ലിക്റ്റുകൾ തടയുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനൊക്കെ എന്ത് സഹായിക്കുന്നു, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ സഹായിക്കുന്നുണ്ട്. ആൻഡ് എ മാനേജർ വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ക്യാൻ റിലേറ്റ് വെൽ with the employees and thus be able to achieve the company's set goals and objectives easily. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു മാനേജർക്ക് വളരെ പെട്ടെന്ന് തന്നെ എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, എംപ്ലോയീസിനെ അടുത്ത് എത്തിച്ചേർന്നുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യുവാൻ സാധിക്കും. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ എന്താണ് ഓർഗനൈസേഷൻ ഫങ്ഷൻ. അടുത്താണ് ഡിസിഷൻ മേക്കിംഗ്. സോ അനദർ വൈറ്റൽ മാനേജ്മെൻറ്റ് സ്കിൽ ഇസ് ഡിസിഷൻ മേക്കിംഗ്. വേറൊരു പ്രധാനപ്പെട്ട എന്താണ് ഒരു സ്കില്ലെന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. സോ മാനേജർ മേക്ക് ന്യൂമറസ് ഡിസിഷൻസ് വെദർ നോയിങ്ലി ഓർ നോട്ട്. എന്താണ്, അറിഞ്ഞും അറിയാതെയും ഒക്കെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് ഈസ് എ കീ കോമ്പണൻറ്റ് ഇൻ മാനേജർ സക്സസ്സിൽ. എന്താണ്, ഒരു മാനേജറുടെ സക്സസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തിനെ ആശ്രയിച്ചിട്ടാണ്, അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിട്ടാണ്. എന്താണ്, ഏതൊരു വ്യക്തിയുടെയും എന്താണ് അയാളുടെ വിജയം എന്ന് പറയുന്നത് എന്താണ്, അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമാണ് അല്ലേ. So making proper and right decisions result in the success of the organization, while poor or bad decision may lead to the failure or poor performance. എന്താണ്, കൃത്യസമയത്ത് മേക്കിംഗ് പ്രോപ്പർ ആൻഡ് റൈറ്റ് ഡിസിഷനിൽ എന്താണ്, വളരെ പ്രോപ്പറായിട്ടുള്ളതും അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതുമായിട്ടുള്ള ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നു. പുവർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ്, വളരെ കുറഞ്ഞ അല്ലെങ്കിൽ എന്താണ് മോശം ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു, എന്തിലേക്ക് നയിക്കുന്നു, ഫെയിലിയറിലേക്കും പുവർ പെർഫോമൻസിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ആൻഡ് ഫോർ ദ ഓർഗനൈസേഷൻ ടു റൺ എഫക്റ്റീവ്ലി ആൻഡ് സ്മൂത്ത്ലി ക്ലിയർ ആൻഡ് റൈറ്റ് ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ്. എന്നാണ്, ഓർഗനൈസേഷൻ നല്ല രീതിയിൽ നടന്നു പോകണമെന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നല്ല തീരുമാനങ്ങൾ ഉണ്ടാവണം. എ മാനേജർ മസ്റ്റ് ബി അക്കൗണ്ടബിൾ ഫോർ എവരി ഡിസിഷൻ ദാറ്റ് ദേ മേക്ക് ആൻഡ് ആൾസോ ബി വില്ലിംഗ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ റിസൾട്ട് ഓഫ് ദർ ഡിസിഷൻസ്. എന്താണ്, അപ്പോൾ ഒരു മാനേജർ അയാൾ എടുക്കുന്ന തീരുമാനത്തിന് എന്താണ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ആ മാനേജർക്കാണ്. അതിൻ്റെ ആൾസോ എന്താണ്, അതിൻ്റെ റിസൾട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ആരെടുക്കണം, ആ മാനേജർ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്. സോ എ ഗുഡ് മാനേജർ നീഡ് ടു പൊസസ് എ ഗ്രേറ്റ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആസ് ഇറ്റ്സ് ഓഫൺ ഡിക്റ്റേറ്റ് ഹിസ് ഓർ ഹർ സക്സസ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എന്താണ്, അപ്പോൾ ഒരു നല്ല മാനേജർക്ക് എന്തുണ്ടായിരിക്കണം, നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. അതെന്താണ്, അവരുടെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, അവരുടെ ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ ഇറ്റ് ഓഫൺ ഡിക്റ്റേറ്റ് ഹിസ് ഓർ ഹർ സക്സസ് എന്താണ് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എന്താണ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിൽ അവരുടെ വിജയത്തെ ആണ് എന്ത് കാണിക്കുന്നത്, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് എ മാനേജർ ഹാസ് ടു പൊസസ്.
എന്താണ് ഡെലിഗേഷൻ, എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുമ്പ് ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഡെലിഗേഷൻ ഈസ് അനദർ കീ മാനേജ്മെൻറ്റ് സ്കിൽ, എന്താണ് വളരെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്കില്ലാണ്. സോ ഡെലിഗേഷൻ ഈസ് ദ ആക്ട് ഓഫ് പാസിംഗ് ഓൺ വർക്ക് റിലേറ്റഡ് ടാസ്ക് ആൻഡ് ഓർ അതോറിറ്റീസ് ടു അതർ എംപ്ലോയീസ് ഓർ സബോർഡിനേറ്റ്സ്. എന്താണ് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി എന്ത് ചെയ്യുക, വേറൊരാൾക്ക് നമ്മൾ അതർ എംപ്ലോയീസിനോ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റിനെയോ നമ്മൾ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് അലൗവിങ് യുവർ ടാസ്ക് ഓഫ് ദോസ് യുവർ എംപ്ലോയീസ് ടു ബി റീഅസൈൻഡ് ഓർ റീഅലോക്കേറ്റഡ് to other employees depending on current workloads. അതായത് എന്താണ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് അലൗവിങ് യുവർ ടാസ്ക് ഓർ ദോസ് ഓഫ് യുവർ എംപ്ലോയീസ്, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയിയുടെയോ ജോലി എന്ത് ചെയ്യുക, റീ അസൈൻഡ് ഓർ റീ അലോക്കേറ്റഡ് എന്ത് ചെയ്യുക, വേറെ ആൾക്ക് അസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് അലോക്കേറ്റ് ചെയ്യാനോ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടു അതർ എംപ്ലോയീസ് ഡിപ്പെൻഡിങ് ഓൺ കറണ്ട്, ഇപ്പോഴത്തെ വർക്ക് ലോഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്, നിങ്ങളുടെ സബോർഡിനേറ്റ് എന്ത് ചെയ്യുക, ഏൽപ്പിച്ചു കൊടുക്കുക, ജോലി ചെയ്യുക, അതിനുള്ള അതോറിറ്റിയും ആർക്ക് പാസ് ചെയ്ത് കൊടുക്കുക, ആ സബോർഡിനേറ്റ് പാസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so a manager with a good delegation skill is able to effectively and efficiently reassign task and give authority to the right employees. അപ്പോൾ നല്ല ഡെലിഗേഷൻ സ്കില്ലുള്ള ഒരു മാനേജർ അയാൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ടാസ്കുകൾ റീഅസൈൻ ചെയ്യാൻ സാധിക്കും. സോ വെൻ ഡെലിഗേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് എഫക്റ്റീവ്ലി ഇറ്റ് ഹെൽപ്സ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻ്റ് ടാസ്ക് കംപ്ലീഷൻ. അപ്പം എഫിഷ്യൻ്റായി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമ്മൾ ഡെലിഗേഷൻ നടത്തേണ്ട സമയത്ത് അത് എന്തിനു സഹായിക്കും, വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ജോലികൾ പൂർത്തീകരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ആൻഡ് ഡെലിഗേഷൻ ഹെൽപ്സ് ദ മാനേജർ ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ടൈം and optimizes productivity and ensure responsibility and accountability on the part of employees. എന്താണ് ഡെലിഗേഷൻ മാനേജറിന് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്, വളരെ എന്താണ് വേസ്റ്റേജ് കുറയ്ക്കുക, ടൈമിൻ്റെ വേസ്റ്റേജിൽ എന്താണ് വേറെ നമ്മുടെ സബോർഡിനേറ്റ്സിന് ജോലിയിൽ നമുക്ക് വർക്ക് ലോഡ് കൂടുതലുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുറച്ച് ജോലിയുടെ ഭാഗം എന്ത് ചെയ്യാം, നമ്മുടെ സബോർഡിനേറ്റ്സിന് ഏൽപ്പിച്ചു കൊടുക്കാം. അതപ്പോൾ എന്താണ് ടൈം വെറുതെ എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ആവുന്നില്ല. ഒപ്റ്റിമൈസ് പ്രൊഡക്ടിവിറ്റീനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കുന്നു. ആൻഡ് എൻഷുർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി മെഷർ ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഡെലിഗേഷൻ സഹായിക്കുന്നു. അപ്പോൾ ഡെലിഗേഷൻ സ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. അടുത്താണ് ദ പ്രോബ്ലം സോൾവിങ്. സോ എ ഗുഡ് മാനേജർ മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു ടാക്കിൾ ആൻഡ് സോൾവ് ദ ഫ്രീക്വൻറ്റ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ അറൈസ് ഇൻ എ ടിപ്പിക്കൽ വർക്ക് ഡേ. എന്താണ് ഒരു നല്ല മാനേജർക്ക് ഒരു വർക്ക് ദിവസം ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യാൻ, ടാക്കിൾ ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. സോ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞത് എന്ത് ചെയ്യുക, പരിഹരിക്കുക. സോ പ്രോബ്ലം സോൾവിങ് ഇൻ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് identifying certain problem or situation and then finding the best way to handle the problem and get the best solution. എന്താണ് പ്രോബ്ലം സോൾവിങ് ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്, ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ എന്ത് ചെയ്യുക, പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വഴി കണ്ടുപിടിക്കുകയും ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സോർട്ട് തിങ്സ് ഔട്ട് ഈവൻ വെൻ ദ പ്രിവെയിലിംഗ് കണ്ടീഷൻസ് ആർ നോട്ട് റൈറ്റ്. എന്നാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്യുക, കാര്യങ്ങളെ എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ്, കാര്യങ്ങൾ വേർതിരിച്ച് കണ്ടിട്ട് അത് സോൾവ് ചെയ്യാനുള്ള എന്താണ് എബിലിറ്റിയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് എന്താ മോട്ടിവേറ്റിംഗ്. സോ അറിയാം എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ദ എബിലിറ്റി ടു മോട്ടിവേറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട എന്താണ് എബിലിറ്റിയാണ്. ആൻഡ് ദ മോട്ടിവേഷൻ ഹെൽപ്സ് ബ്രിങ്ങിങ് ഫോർത്ത് ദ ഡിസൈർഡ് ബിഹേവിയർ ഓർ റെസ്പോൺസ് ഫ്രം ദ എംപ്ലോയീസ് ഓർ സർട്ടൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പം മോട്ടിവേഷനിലൂടെ നമുക്ക് എന്താ സാധിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റം എന്താണ് ഫോർ ദ ഡിസൈർഡ് ബിഹേവിയർ ഓർ റെസ്പോൺസ് ഫ്രം ദ എംപ്ലോയീസ് ഓർ സർട്ടൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ എന്താണ് നമ്മുടെ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റം എന്തുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും, മോട്ടിവേഷനിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. സോ ദർ ആർ ന്യൂമറസ് മോട്ടിവേഷൻ ടാക്ടിക്സ് ദാറ്റ് മാനേജർ ക്യാൻ യൂസ് ആൻഡ് ചൂസിങ് ദ റൈറ്റ് വൺസ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ്
കമ്പനി ആൻഡ് ടീം കൾച്ചർ, ടീം പേഴ്സണാലിറ്റീസ് ആൻഡ് മോറൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷൻ ടെക്നിക്കുകളുണ്ട്, ഒരുപാട് ടാക്ടിക്സുകളുണ്ട് ഒരു മാനേജർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളത് ആ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട്, അതിൻ്റെ കമ്പനിയുടെ കൾച്ചർ അനുസരിച്ചിട്ട്, ടീം കൾച്ചർ അനുസരിച്ചിട്ട്, ടീം പേഴ്സണാലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് ടാക്ടിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സോ ദർ ആർ 2 പ്രൈമറി ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ദാറ്റ് എ മാനേജർ കൻ യൂസ്. പ്രധാനമായും രണ്ടെണ്ണമുള്ളത് ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സെൻട്രിക് മോട്ടിവേഷനും. ഇത്രയും സ്കിൽസാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു മാനേജർ എന്ത് ചെയ്യേണ്ട, പൊസസ് ചെയ്യേണ്ട ടൈപ്സ് ഓഫ് സ്കില്ല് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ട ഒരുപാട് സ്കില്ലുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 6 സ്കില്ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. So if you have any doubt regarding this session, you can ask.